ഹലോ, വെൽക്കം ബാക്ക് ടു ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ. ബിഗ് ബോസ് 100 ദിവസം കഴിഞ്ഞു. 100 ദിവസം ബിഗ് ബോസ് ചെയ്യണമെന്നുള്ള ഒരു മൈൻഡായിരുന്നു. ഇപ്പോൾ ബിഗ് ബോസും കഴിഞ്ഞു. ഞാൻ എന്തുകൊണ്ടാണ്, നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തുവല്ലോ ബിഗ് ബോസിന്, വളരെ നന്ദിയുണ്ട് എനിക്കതിൽ. എന്തുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസ് ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഫാമിലിയിൽ വന്നിട്ട് വലിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂവിന് ഗോത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ബിഗ് ബോസ് ചെയ്യാൻ തന്നെ എനിക്ക് കാരണം. അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ടാവും. കാരണം ഹലോ, ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, ഞാനും ജോയിൻ ചെയ്താലോ? വാ ജോയിൻ ചെയ്. മോളിന് നിങ്ങൾക്കറിയല്ലോ അല്ലേ, ബിജ അശ്വതി, എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് ഫ്രീ പ്രൊമോഷൻ കിട്ടണ്ടല്ലോ. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല എനിക്കൊരു ചാനൽ തുടങ്ങുന്നും ഞാൻ ചാനലിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നും ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഞാൻ ഈ ബിഗ് ബോസ് ചെയ്യാൻ തന്നെ കാരണം. ഇതുവരെ ഞാൻ ബിഗ് ബോസ് കാണാത്ത ഒരാളായിരുന്നു. ഇതാണ് ഈ മലയാളം ബിഗ് ബോസിൻ്റെ 7 ഞാൻ ആദ്യമായിട്ട് ഞാൻ കാണാൻ തുടങ്ങിയത്. ഞാനാണ് ഈ ബിഗ് ബോസ് ഫാൻ. അതെ, എല്ലാ സീസണും എല്ലാ എപ്പിസോഡും മലയാളവും തമിഴും ഞാൻ ഇരുന്ന് കാണും ഇവിടെ. അതെ, ഞാൻ ഇഷ്ടമല്ല അമ്മ ഞാൻ ബിഗ് ബോസ് ഇട്ടത്. ബിഗ് ബോസ് എന്തിനാണ് ഇടുന്നത്? അതിലൊന്നും വഴക്കാണല്ലോ. അത് കണ്ടു പറഞ്ഞാലും എനിക്ക് ടെൻഷൻ കയറും. എങ്ങനെ ഇവരൊക്കെ ഇത് ഇട്ടിട്ട് കാണുക എന്നുള്ളത് ഭയങ്കരമായിട്ട് എനിക്ക് ക്യൂരിയോസിറ്റി തോന്നുന്നത്. എങ്ങനെ ഇവരൊക്കെ ഇത് കാണും? ഇപ്പം നോക്കിയാലും അതിൽ വഴക്കല്ലേ. എനിക്ക് ആ വഴക്ക് കണ്ടാലേ എപ്പോഴും ടെൻഷനാവും. ഞാനിപ്രാവശ്യം എങ്ങനെ കണ്ട് എങ്ങനെ ഞാനിതൊക്കെ ഈ 100 ദിവസം ഒപ്പിച്ചു എന്നുള്ളത് എനിക്ക് ഒട്ടും പറയാനൊന്നും കിട്ടണില്ല. ഈശ്വര അനുഗ്രഹം തന്നെയാണ്. ചാനൽ തന്നെ തുടങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതെ, ബിക്കോസ് എനിക്കൊരു ചാനലുണ്ട്, ഒരു കുറച്ച് പേർക്കെങ്കിലും അറിയുന്ന പ്രതീക്ഷിക്കുന്നു. ബിജ അശ്വതി എന്നാണ് ചാനലിൻ്റെ നെയിം. സോ അമ്മയും ഞാനും അതിൽ ഒരുമിച്ച് ഞങ്ങൾ മാത്രമേ അതിൽ ചെയ്യാനുള്ളൂ. ബാക്കി ആരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാനോ നമുക്കിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ട്സോ കസിൻസോ അങ്ങനെ ആരുമില്ല. അപ്പോൾ അമ്മയായിരുന്നു എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അമ്മ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് അല്ല, മോള് ചെയ്യുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലല്ലോ ഞാനൊന്നും ചാനൽ ചെയ്യും എന്നുള്ളതൊന്നും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കും ആ മോളുടെ ചാനലിലെ അപ്പം മോൾ എന്തെങ്കിലും വരുമ്പോൾ ചില സമയത്ത് അമ്മ ചെയ്യുന്നുണ്ടോ ചോദിക്കും. നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് ബിഗ് ബോസ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴും മലയാളം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ലാസ്റ്റ് സീസൺ, ഇത് സീസൺ 7 അമ്മ ചെയ്തു. സീസൺ 6 ഓഫ് മലയാളം ഞാൻ ചെയ്തു. ആൻഡ് തമിഴില് സീസൺ 8 ഞാൻ ചെയ്തു റിവ്യൂ. അതിൽ പകുതി എനിക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അമ്മയായിരുന്നു അത് പറയുക. അതൊക്കെ എന്താ പറയുക, ഈ സിറ്റുവേഷനാണ് ഇപ്പോൾ നമുക്കത് ഭയങ്കര വലുതായത്. ബിക്കോസ് അപ്പം ഞാൻ ഗോ ത്രൂ ചെയ്തൊരു പെയിൻ ഉണ്ടായിരുന്നു. നമുക്ക് പുറത്തിപ്പോൾ ചാനലിൽ നമ്മളാരും ഞങ്ങളിപ്പോൾ പൊതുവേ ഉള്ള മൈൻഡ് സെറ്റ് നമ്മുടെ ഈ സഫറിങ് സൈഡ് കാണിക്കണ്ട, ഹാപ്പി മാത്രം കാണിച്ചാൽ മതി എന്നതാണ് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ്. എന്താ വെച്ചാൽ നമ്മൾ നാളെ ഈ ചാനൽ, നമ്മളുടെ ചാനൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ നാളെ ഇത് എടുത്ത് നോക്കും. ഇപ്പോൾ ചിലതൊക്കെ എൻ്റെ പഴയത് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് പോയിട്ടുണ്ടോ, നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് നമുക്ക് മറന്നേ പോകും. ടോട്ടലി മറന്നു, കുറേ സംഭവങ്ങൾ ടോട്ടലി മറന്നു. അതിനാണ് ഒരു ചാനൽ എന്ന് പറഞ്ഞ് തുടങ്ങണത്. അല്ലാതെ ഇതിലിപ്പോൾ നമുക്ക് ലക്ഷക്കണക്കിൽ ഇൻകം കിട്ടും. ഞങ്ങളുടെ ചാനലിലൊന്നും ഞങ്ങൾക്ക് ഇൻകം ഒന്നും കിട്ടുന്നില്ല. എനിക്കൊക്കെ ഞാൻ കുറേ ഇയേഴ്സായി, പക്ഷെ ഞാൻ അത് റെഗുലർ അല്ല. ആൻഡ് എനിക്കതിൽ ഇൻകം ഒന്നും വരില്ല. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എത്ര ഇൻകം വരണമെന്ന്. 1 രൂപ പോലും എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിലൊരു വലിയ സത്യം. കുറച്ച് പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് അതും ഇപ്പം സ്റ്റോപ്പായി. അതൊക്കെ പിന്നെ കുറേ നല്ല ആൾക്കാരൊക്കെ എന്നെ ചുറ്റിയുള്ളതുകൊണ്ട് അതും എനിക്ക് സ്റ്റോപ്പായി കിട്ടി. കുറേ പേരുടെ ബ്ലെസ്സിങ്സും നല്ല അനുഗ്രഹങ്ങളും ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് ചാനലേ നടത്താൻ പറ്റാണ്ടായി. അങ്ങനെയൊക്കെയാണ് ഞാൻ. അതെന്താണെന്ന് അറിയില്ല. ആര് ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങി പറഞ്ഞാൽ ആർക്കും അതൊരു വലിയ താല്പര്യമില്ല, ഒരു സപ്പോർട്ടിംഗ് ഒന്നും ആരും ഉണ്ടാവില്ല. ഫീമെയിൽ ആയതുകൊണ്ടാണ്. അതാണോ എന്ന് എനിക്കറിയില്ല. ഫെമിനിസ്റ്റ് ഒന്നും അല്ല. ഞങ്ങളാരും ഇപ്പോൾ ഫീമെയിൽ മെയിൽ എന്ന് പറഞ്ഞ കാറ്റഗറി ചെയ്യല്ല. ഒരു ഫീമെയിൽ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പോയാൽ അവൾക്ക് എന്തിനാണ്, അവളെന്തിനാ ചെയ്യുന്നത്? ഇപ്പം അമ്മ ചെയ്യുമ്പോഴും കുറേ പേര് ചോദിച്ചു. ഇപ്പോൾ കുറേ പേരുടെ എന്താണ് കസിൻസൊക്കെ ആയിട്ട് കുറേ പേര് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അക്ക ഉങ്ങൾക്ക് ഇത് തേവയാ, ചേച്ചി നിങ്ങൾക്കിത് ആവശ്യമാണോ, ഈ വയസ്സായ ടൈമിൽ ഇത് ആവശ്യമാണോ? ഏജ് എന്തിനാണ്? അവരുടെ ഒരു പാഷൻ, അവരത് ചെയ്തോട്ടെ. വീട്ടിൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ കുക്ക് ചെയ്ത് വെറുതെ പാത്രം കഴുകിയിരിക്കുന്നതാണോ ഒരു ഫീമെയിലിൻ്റെ ലൈഫ്?
കുറച്ച് പേര് നന്നായും പറഞ്ഞു ഈ ഈ ഈ ഒരു ഏജിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റണത് വലിയ കാര്യം തന്നെയെന്ന് കുറേ പേര് നന്നായിട്ട് പറഞ്ഞവരും ഉണ്ട് കേട്ടോ. ഇതിൽ നല്ലത് പറഞ്ഞവരും ഉണ്ട്, മോശം മാത്രം പറയണില്ല. സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പോഴും റെഗുലറായിട്ട് എനിക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലും റാൻഡമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പോലും അതിനൊരു കമന്റ് ചെയ്യാൻ 1-2 പേരെങ്കിലും ഉണ്ട്. അവർക്കൊക്കെ വലിയ താങ്ക്സ് തന്നെയാണ്. ഇപ്പം അമ്മ 100 ദിവസം ബിഗ് ബോസ് ചെയ്താലും ചിലർക്ക് തമിഴ്, ഇവിടുത്തെ ആൾക്കാർക്ക് തമിഴേ അറിയുള്ളൂ, മലയാളം അറിയില്ല. അപ്പോൾ അമ്മ പറയണ മലയാളം പ്യുവർ മനസ്സിലായില്ലെങ്കിലും അവർ കാണുമ്പോൾ അക്ക നല്ല പണിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു മെസ്സേജ് അയക്കും. അപ്പോൾ അതൊക്കെ വലിയൊരു നമുക്കൊരു ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാവാൻ പറ്റില്ല തമിഴ്നാട്ടിലൊന്നും. അപ്പോൾ അത് കാരണം കൊണ്ട് ആവുന്നതും പറ്റുന്നത്രയും സ്ലോയിലും കുറച്ച് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ എല്ലാം പ്രൊനൗൺസിയേഷൻ ചെയ്തിരിക്കുന്നത്. കാരണം 100 days അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകും. നമ്മളൊന്നിൽ നമ്മളിപ്പോൾ വെറുതെ റെഗുലറായി വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ല. അതെ, ഇപ്പം മിഞ്ഞാന്ന് ബിഗ് ബോസ് കഴിഞ്ഞു, സൺഡേ കഴിഞ്ഞു, ഇന്ന് വെനസ്ഡേ, ഈ 2 ദിവസം വീഡിയോ ഇട്ടിട്ടില്ല. ബിക്കോസ് നമുക്ക് അതിൽ കമ്മിറ്റ്മെന്റ് ഇല്ല. 100 ദിവസം പിന്നെ ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം തോന്നുന്നില്ല. ഇത് ബിഗ് ബോസ് ആകുമ്പോൾ അതല്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് മണിക്കൂർ നമ്മൾ ഡൈവേർട്ട് ആകും. നമ്മൾ പ്രഷർ ഒന്ന് ഡൈവേർട്ട് ആവാനാണ് നമ്മൾ ഒരു കാര്യം കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നത്. അതാണ് അമ്മ എടുത്തത്. അത് ഫാമിലിയിൽ ഭയങ്കര ഒരു ട്രാജഡി പറഞ്ഞാൽ നമ്മൾ പ്രാന്താവാതിരിക്കാൻ നമ്മൾ ചെയ്തു എന്ന് തന്നെ പറയാം. ലൈക്ക് ഹോണസ്റ്റ്ലി അതായിരുന്നു കാര്യം. അമ്മ ബിഗ് ബോസെ കാണുന്ന പേര് അമ്മയ്ക്ക് ഓർമ്മ കിട്ടില്ല. പൊതുവേ ഈ പേര് അങ്ങനെ എനിക്ക് സർജറി ഒക്കെ കഴിഞ്ഞിരുന്നിട്ട് നിറയെ മറവി ജാസ്തി. സർജറി, യൂട്രസ് സർജറി, ഐ സർജറി എല്ലാം കഴിഞ്ഞപ്പോൾ ഭയങ്കര മെമ്മറി ലോസ് ഉണ്ടായിരുന്നു. പിന്നെ പേരുകൾ അങ്ങനെ ഓർമ്മ നിൽക്കാറില്ല. പിന്നെ ഈ ബിഗ് ബോസ് ഒന്നും അയ്യോ അത് പറ്റാത്തൊരു സംഭവമാണ്. അത് എങ്ങനെ ചെയ്തതെന്നേ അറിയില്ല. ഞാൻ നല്ല ടെൻഷനായിട്ടിരിക്കുമ്പോൾ മോളെ എന്നോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഇന്ന് ബിഗ് ബോസ് ഇപ്രാവശ്യം ചെയ്തൂടെ? അപ്പം അമ്മയ്ക്ക് കുറച്ച് മെമ്മറി മൈൻഡിലൊക്കെ കുറച്ച് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളൊരു കാര്യം പഠിക്കണം. നമ്മളത് എന്താ പറയുക, അതിലേക്കൊരു നമുക്ക് ചെയ്യണം എന്നുള്ളൊരു ഫോഴ്സ് വരുമ്പോഴേ നമ്മൾ ചെയ്യുള്ളൂ. ഫ്രീ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യില്ല. നമ്മൾ അതിലേക്ക് ഒരു ഡെഡിക്കേഷൻ. ഇപ്പം നമ്മുടെ ചാനൽ നമ്മൾ ഒരു 10 എപ്പിസോഡ് ഇട്ടു, 11ാമത്തെ ഇട്ടില്ലെങ്കിൽ അയ്യോ എന്നത് വരണോണ്ടാണ് ചെയ്യുന്നത്. അല്ലാതെ അതിൽ മില്യൺ വ്യൂസ് പോണോണ്ടല്ല. ഒരാള് നമുക്കുള്ള ഒരു സമാധാനത്തിനാണ് അത് ചെയ്യുന്നത്, ആരും കാണാനല്ല ചെയ്യുന്നത്. മോൾ ആദ്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആരെ നോക്കാനാണ് എൻ്റെ ചാനലൊക്കെ. മോൾ ഇത്ര വർഷം ചെയ്തിട്ട് ഇത്രയൊക്കെയുള്ള സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു 100 കിട്ടുന്നതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അപ്പം ആരപ്പോൾ ഇതൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ നന്നായി ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആര് നോക്കും? നമ്മളെയൊക്കെ ഇഷ്ടപ്പെടണ്ടേ ആൾക്കാർക്ക്? നമ്മൾ പറയണത് അവർക്ക് ഇഷ്ടമാവണ്ടേ? ഈ ഇപ്പോൾ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളവരില്ലേ മാക്സിമം ചിന്തിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ നല്ലത് വിചാരിക്കണവർ നമ്മുടെ കാണണോ ഇല്ലയോ, നമ്മൾ നന്നാവാൻ പാടില്ല പറയണവർ മൊത്തം നമ്മുടെ വ്യൂവേഴ്സ് ആയിരിക്കും എന്നുള്ളതിൽ ഉറപ്പാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ അവർക്ക് വ്യൂസാണ് നമുക്ക് കിട്ടുന്നത്. താങ്ക് യു സോ മച്ച് ഡാ, വി ലവ് യു സോ മച്ച്. നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചാനൽ നടത്തി പോണത്. ശരിയല്ലേ? അത് കറക്റ്റാണ്. നമ്മൾ നന്നാവാൻ പാടില്ല വിചാരിക്കില്ലേ, അവര് മിസ് ചെയ്യില്ല. നമ്മുടെ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാണ്ട് കാണുന്നവര്. അതായത് നമ്മളെപ്പോൾ താല്പര്യമുണ്ട് നമ്മളോട് സംസാരിക്കണവരില്ലേ, അയ്യോ നിങ്ങളിട്ടത് കണ്ടില്ലേ, യൂട്യൂബ് കാണാൻ ടൈം കിട്ടില്ല. അതുകൊണ്ടാണ് അവരൊക്കെയാണ് കേട്ടോ ഭയങ്കര സപ്പോർട്ട്. അതൊക്കെ വലിയ അവരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇരുന്ന് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തണ്ടല്ലോ. ഈ ഒരു ഞങ്ങളുടെയൊക്കെ ഒരു 100 മതി, 100-എങ്കിൽ 100, 10-എങ്കിൽ 10 മതി. മൈൻഡ് റിലീഫ്. മോൾ ആദ്യം എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, എന്തെന്ന് വെച്ചാൽ അമ്മ 10-എങ്കിൽ 10 മതി. അമ്മൻ്റെ മൈൻഡ് അമ്മ ഫസ്റ്റ് ക്ലിയർ ചെയ്യും, മറ്റുള്ളവർ അമ്മ നോക്കണ്ട. അമ്മയ്ക്ക് ഇന്നൊരു ചാനലായി അമ്മ ഒരു പൊറുപ്പെടുക്കുന്ന സമയത്ത് അത് വന്നിട്ട് അമ്മയ്ക്കൊരു മൈൻഡ് റിലീഫാവും. ലാസ്റ്റ് കഴിയുമ്പോഴേ അമ്മയ്ക്ക് അത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ എന്താ വെച്ചാൽ എൻ്റെ ചാനലിൽ ചെയ്യുമ്പോൾ അത് ടോട്ടലി വേറെ ആയിരുന്നു. അമ്മയാണ് ഫുൾ സപ്പോർട്ട്. ഇപ്പോൾ ചാനൽ എൻ്റെ ചാനൽ പറഞ്ഞാൽ എൻ്റെ പേരിലുള്ള ചാനലിനേ ഉള്ളൂ. ഇപ്പം നമ്മൾ ആകെ ചെയ്യാൻ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. എനിക്ക് വീഡിയോ എടുത്തിരുന്നെങ്കിൽ അമ്മയ്ക്ക് വീഡിയോ എടുത്തിരുന്നെങ്കിൽ ഞാൻ, അച്ഛൻ, ഞങ്ങൾ 2 പേരും കൂടെ വീഡിയോ എടുക്കുമ്പോൾ അച്ഛൻ എപ്പോഴെങ്കിലും വീഡിയോ എടുത്ത് തരും. പക്ഷെ അമ്മ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ അമ്മനോടാണ് പക്ഷെ അതെങ്ങനെയാ വെച്ചാൽ അതിൽ കമ്മിറ്റ്മെന്റ് എനിക്കാണ്, അത് അമ്മയ്ക്കില്ലായിരുന്നു. നീ പറ്റുമല്ലോ, അതൊരു ടോക്കായിരുന്നു. എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്. ഒരു ചാനൽ അമ്മയ്ക്ക് ഒരു ചാനൽ കൊടുത്തപ്പോ അതിൽ എന്നെ പറയാൻ പറ്റില്ല. നടന്നൊക്കെ എന്നെ പറഞ്ഞു, നീ വേണമെങ്കിൽ ഒരു ദിവസം ചെയ്യണം. ഒരു ദിവസം ഞാൻ ചെയ്ത് കൊടുക്കണതല്ല, നെക്സ്റ്റ് ഡേ അതന്നെ റിപ്പീറ്റ് ഇല്ല. നമ്മൾക്ക് ചില സമയത്തൊക്കെ എന്താവെന്ന് പറഞ്ഞാൽ പറ്റണില്ല. പണികളൊക്കെ കഴിഞ്ഞു, നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈ ചെയ്യാൻ പോകുമ്പോഴേക്കും വയ്യ. ഇപ്പോഴൊക്കെ എന്താണ് പറഞ്ഞാൽ പഴയൊരു ആക്റ്റീവ് ഇല്ല. ചെയ്തു ചെയ്യാൻ പറ്റി. ഫോഴ്സ്ഫുള്ളി ചെയ്താ അതെ നമ്മുടെ ബോഡി നമ്മൾ അതിനെ പുഷ് ചെയ്താ അതെ നമ്മളൊന്നിനെ ഫോഴ്സ് ചെയ്താലേ നമ്മുടെ ബോഡിയും അതിന് പുഷ് ആവുള്ളൂ. ഒരു സത്യം, ഈ ബിഗ് ബോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ
ഈ ഒരു 3 months ഞങ്ങളിപ്പോൾ ഗോ ത്രൂ ബിഗ് ബോസ് തുടങ്ങിയ ടൈമിൽ ഗോ ത്രൂ ചെയ്തൊരു മൊമെന്റ് ഉണ്ട്. ചിലപ്പോൾ ഇപ്പൊ ഇതേപോലെ നമ്മൾ ഇരിക്കില്ലായിരുന്നു രണ്ടുപേരും. അതെ, അത് ശരിയാണ്. നമ്മള് ഭ്രാന്തായിട്ട് ചിലപ്പോൾ ഭ്രാന്താശുപത്രിയിലോ അല്ലെങ്കിൽ വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിലോ ആയിരിക്കും. ഇപ്പോഴും പെയിനാണ്. സോ നമ്മൾ പെയിന് കാണിക്കാനോ പെയിന് പറയാനോ അതല്ല വരുന്നത്. അത് നമ്മുടെ ഫേറ്റ്. ഓക്കെ, നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നു. പക്ഷേ നമ്മളത് ഗോ ത്രൂ ചെയ്യാൻ നമുക്കൊരു സ്ട്രെങ്ത് ഏതെങ്കിലും ഒരു വഴിയിൽ അറ്റ്ലീസ്റ്റ് നമുക്കിപ്പോൾ വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യാൻ പറ്റില്ല. അമ്മനെ ജോലിക്ക് വിടാൻ താല്പര്യമില്ല. ഇത്രയും വർഷം ജോലി ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്ന ആളിനെ കൊണ്ടുപോയി ജോലിക്ക് പോയിട്ട് സമ്പാദിച്ചിട്ട് വാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്കും അത് ചെയ്യണ്ട അത്ര തന്നെ. പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഏൺ ചെയ്യുന്നത്, മക്കളെ പറഞ്ഞിട്ട് എന്തിനാ ഇരിക്കുന്നത് എന്നുള്ള നമ്മുടെ ഒരു ഈഗോ ഹിട്ടാവില്ലേ. അമ്മനെ അയച്ചിട്ട് വേണം അത് അയക്കണത് സമ്പാദിക്കാനല്ല, മൈൻഡ് റിലീഫിനാണ്. പക്ഷെ അതും താല്പര്യമില്ല. പിന്നെ ഹോം മേക്കറാണ്, വീട്ടിൽ തന്നെ ഇരുന്നു, ഇത്രയും വർഷം പുറത്ത് പോയിട്ടില്ല, സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, എല്ലാമേ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? തനിച്ചെവിടെയും പോകാൻ പറ്റില്ല, വണ്ടി എടുക്കാൻ പറ്റില്ല. അതെ, ആദ്യമൊക്കെ തനിച്ചെല്ലാവരും പോയ ആളാണ്, ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ സർജറി കഴിഞ്ഞതോടെ തനിച്ച് പോകാൻ ഭയങ്കര പേടിയായി, വണ്ടി എടുക്കാൻ പേടിയായി, എല്ലാത്തിനും പേടി. എല്ലാത്തിനും നമ്മുടെ കൂടെ ഇന്ന് ഒരാൾ വേണമെന്നുള്ള ഫീലായി. നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ആകെ ഉള്ളത് ഈ ചാനൽ. സോ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡെസിഷൻ എടുത്തു. ഒന്നും വേണ്ട, നമ്മളിപ്പോൾ വലിയ കുക്കിംഗ് ഒന്നും നമ്മളെ വലിയ സംഭവമൊന്നും ചെയ്യില്ല, ബേക്കിംഗ് ഒന്നും അറിയില്ല, ഒന്നും വലുതായിട്ട് അറിയില്ല. നമ്മളുടെ റിലീഫ് ഉണ്ടാ അത്ര തന്നെ. നമ്മൾക്ക് ഇന്ന് സർവൈവ് ചെയ്യാൻ പറ്റണ്ട, നമുക്ക് സ്ട്രോങ് ആയി നിൽക്കാൻ പറ്റണ്ട, അത് മാത്രം തന്നെ. നമ്മളെ തളർത്താൻ കുറേ പേരുണ്ട്. നമ്മളുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത്. പുറത്തുള്ള ആരുമല്ല തളർത്തിയത്. പുറത്തുള്ളവർക്കൊന്നും വിചാരിച്ചാൽ നമ്മളെ തളർത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. നമ്മുടെ കൂടെ നമ്മളെ ഏറ്റവും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് മാത്രമേ നമ്മളെ തളർത്താൻ. അത് അവർക്ക് നന്നായി ചെയ്തു, നല്ല അടിപൊളിയായി ചെയ്തു തന്നു. അത് നമ്മൾ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുമ്പോഴാണ് ആരാണ് നമ്മുടെ കൂടെ സത്യസന്ധമായിട്ടുള്ളത്, ആരാണ് നമ്മളുടെ കൂടെ നിന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് തരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ അതൊക്കെ ഭയങ്കര അത് ഗോ ത്രൂ ചെയ്യാനാണ് ഇത് ചെയ്തത്. ചില സമയത്തൊക്കെ ഒന്നും അറിയില്ല. നമ്മൾ ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും, അത് എന്താ പറയണ്ടെന്ന് ആലോചിച്ചാൽ നമ്മൾ മൊത്തത്തിൽ എപ്പിസോഡേ മറക്കും. അല്ല, ഇവിടെ തമിഴ്നാട്ടിൽ വന്നിട്ട് ബിഗ് ബോസ് 10:30 സ്റ്റാർട്ട് ആവുന്നത്. ഈ ടെലികാസ്റ്റ് ഹോട്ട്സ്റ്റാറിൽ ഈ 10:30 ലൈവും കാണില്ല. നമുക്ക് ഓരോ പണികളുണ്ടാകുമ്പോൾ ലൈവൊന്നും ഇരുന്ന് കാണില്ല. പിന്നെ മോൾക്ക് വർക്ക് ഉണ്ടാകുമ്പോൾ കാണുള്ളൂ. അതിലെന്താ പറഞ്ഞാൽ 10:30 ആകുമ്പോഴേക്കും ഇവിടെ ഉറക്കം വരാൻ തുടങ്ങി. നമുക്ക് പിന്നെ പകുതി തലയ്ക്ക് കയറും, പകുതി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെ, ഭയങ്കര. അമ്മയ്ക്ക് കണ്ടു പരിചയമില്ലല്ലോ ഈ ബിഗ് ബോസ്. ഞാനൊക്കെ ഇൻട്രസ്റ്റോടെ ഇരുന്ന് കാണും, അമ്മയൊന്നും കണ്ടു പരിചയമില്ല. അപ്പോൾ തീരെ കാണാൻ പറ്റില്ല. പേരുകളെ ഓർമ്മ കിട്ടില്ല. 20 പേരാണല്ലോ ഫസ്റ്റ് ഉള്ളിൽ കയറിയത്. ആരാണ് ഇപ്പൊ? ഷാനവാസ്, അക്ബർ, അനുമോള്, നെവിന്, പേരേ ഓർമ്മയേ ഉണ്ടാവില്ല. അതാരായിരുന്നു. പിന്നെ അപ്പൊ അവർക്കൊക്കെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് എന്താണ്, അവർക്കൊന്നും അവരുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല, ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സായിരുന്നു. മൊത്തത്തിൽ കൺഫ്യൂഷൻ. ആരാണ് അത്, ആരുടെ അടുത്ത എന്താ പറഞ്ഞെന്നുള്ളത്. സ്റ്റാർട്ടിങ് ഒരു 10 എപ്പിസോഡ് അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് പേര് ഓർമ്മ വരാൻ തുടങ്ങി. ബിഗ് ബോസ് ആദ്യമായിട്ട് കാണുന്നുണ്ട്, അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, നമ്മളത് കണ്ടാലും അത് മൈൻഡിലേ നിൽക്കില്ല. പിന്നെ കുറെ ആയതിനു ശേഷമാണ് നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയില്ലേ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ലായിരുന്നു. 30 എപ്പിസോഡൊക്കെ നമുക്കൊന്നും പറഞ്ഞു കൊടുക്കണം. ചിലത് മാത്രം, അതായത് ഈ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അത് എന്തിന്റെ സ്പോൺസർ ആയിരുന്നു, ഇതാരാ ജയിച്ചത്, എത്ര പോയിന്റ്സ് ആയിരുന്നു, അത് മാത്രം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ചെയ്യാൻ തുടങ്ങി. എന്താ പറയുക, എഡിറ്റിംഗ് സ്വയം ചെയ്യാൻ. അതെ, ഞാൻ എഡിറ്റിംഗ് ഒന്നും പഠിക്കുന്നു വിചാരിച്ചില്ല. മോള് പറഞ്ഞു തരുമ്പോ അയ്യോ ഇതിപ്പോയി അയ്യോ തലയെ എനിക്ക് ചുറ്റും, ഇത് എങ്ങനെ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. ഒന്നും അറിയില്ല. അതാണ് അത് നമ്മൾ അങ്ങനെ വീഡിയോ മതി. നമ്മുടെ ചാനലാണ്, ആരുടെയും ചാനലല്ല. ഇനി ഒരാളുടെ താഴെ പോയി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഡിമാൻഡിങ്ങും ഒക്കെ. നമ്മുടെ ചാനല്, നമ്മുടെ ഇഷ്ടം, നമ്മുടെ സന്തോഷം, അത് മാത്രം നോക്കിയാൽ പോരെ. ആരെയും ബോധിപ്പിക്കണ്ടല്ലോ. ബോധിപ്പിച്ച ലൈഫ് നമുക്ക് ഇനി ജീവിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വർഷം ജീവിച്ചു, നമ്മളൊന്നും നേടാനില്ല. അത് കുറേ പേര് അത് മനസ്സിലാക്കണില്ല. അത് ലൈക്ക് അതിനൊക്കെ വേണ്ടിയിട്ടാണ്, ഒരു സ്ട്രെങ്ത് കിട്ടാനാണ് ഇത് ചെയ്തത്. ആൻഡ് ഇപ്പോൾ ഒരു വിന്നറായിട്ടൊരു ഫീമെയിൽ വന്നപ്പോൾ കുറേ പേര്, ഇപ്പോൾ എനിക്കാണെങ്കിലും മെസ്സേജ് അയച്ചു, അമ്മയ്ക്കാണെങ്കിലും മെസ്സേജ് അയച്ചു. അമ്മൻ്റെ വീഡിയോ ഞാൻ സ്റ്റേറ്റസ് ഇട്ടപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, അവൾ ഡിസേർവിങ് അല്ല. ആരുടെയും ലൈഫ് പോയി ജീവിക്കാൻ പറ്റില്ലല്ലോ. 100 ദിവസം അവരതിൻ്റെ ഉള്ളിലിരുന്ന് കഷ്ടപ്പെട്ടവരുടെ മൈൻഡ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ആരും ആയിക്കോട്ടെ, അവർ സ്ട്രഗിൾ ചെയ്തു, അവർ ജയിച്ചു. അത് ഫീമെയിലോ മെയിലോ. അതെന്താ ഫീമെയിൽ വരുമ്പോൾ ഒരു അക്സെപ്റ്റൻസ് ഭയങ്കര ഒരു കുറവ്. ഫീമെയിൽ വന്ന ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റണില്ല. അതെന്തുകൊണ്ടാണെന്നേ അറിയണില്ല. ഫീമെയിൽ വന്ന എല്ലാവരുടെയും തരം താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മെയിലിന് കിട്ടിയ ഇപ്പോൾ ബിഗ് ബോസിൽ 7 സീസൺ കഴിഞ്ഞു. 7 സീസണിൽ ഇതാണ് സെക്കൻഡ് ഫീമെയിൽ. അതെന്താണ്? ഡിസേർവിങ് അല്ലാത്തതുകൊണ്ടാണ്. ടോപ്പ് 5 ഇതുവരെ ഫുൾ ഫീമെയിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഡിസേർവിങ് അല്ലാത്തതുകൊണ്ടല്ല. എല്ലാവരും ഡിസേർവിങ് ആണ്. അതിൽ പോയി
25 പേരും ഡിസേർവിംഗ് ആണ്. നമുക്കൊക്കെ ഉള്ളിൽ കയറാൻ പറ്റുമോ? നമ്മളൊക്കെ ചുമ്മാ അവിടെ ഇരുന്ന് കമൻറ്റ് ചെയ്യുക, ചുമ്മാ അവിടെ ഇരുന്ന് അഭിപ്രായങ്ങൾ പറയാം, അവൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത്. നമ്മുടെ ഫാമിലിയിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? നമുക്ക് അറിഞ്ഞ ആൾക്കാരുടെ അടുത്ത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? നമുക്ക് ഫോണുണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ടാണ് നമ്മൾ പ്രഷറാണെന്ന് പറയുന്നത്. എത്ര സൂസൈഡ് കേസസ് ആണ് നമ്മൾ നോക്കുന്നത്? പ്രഷറാണ്. എന്തെങ്കിലും ഫെയിലായി, പ്രഷറാണ്. അപ്പോൾ അവരവിടെ എന്ത് പ്രഷറായിരിക്കും? ഫോണില്ല, കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. ഇതൊക്കെ നമുക്ക് ചുമ്മാ ഇരുന്ന് എല്ലാവരെയും ക്രിട്ടിസൈസ്. അത് നമ്മൾ ഈ ഫാമിലിയോട് ഇരുന്നിട്ടേ നമുക്ക് ചില സമയത്ത് എന്തുമാത്രം ടെൻഷനാണ്, ഗോത്രൂ ചെയ്യാനേ പറ്റണില്ല. അപ്പം അവരെയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ആർഗ്യുമെന്റ് വരണം, നാളെ തന്നെ കാണണം. അതൊക്കെ ഭയങ്കര കാര്യമാണ്. അതൊന്നും ആരും മനസ്സിലാക്കണില്ല. നിങ്ങളെന്താണ്, നമ്മൾ കുറച്ച് ഇപ്പം അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തതിനടക്കം നമുക്ക് കുറച്ച് പേര് ചോദിച്ചു, നിങ്ങളെന്താണ് അനുമോളുടെ സപ്പോർട്ടാണോ എന്നൊക്കെ ചോദിച്ചു. സപ്പോർട്ടല്ല. നമ്മൾ ഈ പറയുമ്പോൾ അനുമോൾ ഗോത്രൂ ചെയ്തത് കാണുമ്പോൾ നമ്മൾ ഈ വിഷമിച്ചിട്ടിരിക്കുന്ന സമയത്താണ് അനുമോളുടെ ആ സങ്കടങ്ങൾ കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അനുമോളെ കുറിച്ച് ഇത്തിരി നല്ലത് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് അനുമോളിനെയാണോ ഇഷ്ടം? ഇല്ല എന്ന് പറയുന്നില്ല. അതിൽ പെൺകുട്ടികളും ഓരോരുത്തരും ഓരോ വിധത്തിൽ വിഷമിച്ചിട്ടുണ്ട്, നന്നായി സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്താ പറയാ, നല്ല ജൈജാന്റിക്കായ ആൾക്കാരാണ് അവരൊക്കെ. കാര്യം അയ്യോ നമുക്ക് തോന്നും. അതൊക്കെ ഉണ്ട് എല്ലാവർക്കും. അവരവരുടെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയം നമ്മൾ എൻഗേജ്ഡ് ആവാൻ നോക്കിയില്ലെങ്കിൽ നമ്മൾ എണീക്കില്ല, ഒറ്റയടിക്ക് കടന്നു പോകും. അത് കിടക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്. സോഷ്യൽ മീഡിയ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് സുഖം ചെയ്തതെന്ന്? അതെ, വന്ന് ജീവിച്ചു നോക്ക്, 2 ദിവസം വന്ന് ജീവിച്ചു നോക്ക്. ഞാൻ ഗോത്രൂവിനെ പേര് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അമ്മ ഗോത്രൂവിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് നമ്മൾ പറയാറുണ്ട്. ആരുടെയും ലൈഫ് ഈസി അല്ല. അപ്പം നമ്മൾ മാത്രമാണ് പെയിന്, നിങ്ങളെല്ലാവരും ഹാപ്പി എന്നല്ല. എല്ലാവർക്കും അവരവരുടേതായ പെയിൻ ഉണ്ട്. ജഡ്ജ് ചെയ്യണ്ടെന്ന് മാത്രമേ പറയുള്ളൂ. ആരോ ആയിക്കോട്ടെ. ഇപ്പം ഇതുവരെ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നെ കുറേ പേര് ഞാൻ ചാനൽ നിർത്തണം എന്ന് കുറേ ആഗ്രഹങ്ങളോടെ ആയിരുന്നു എല്ലാവരും എന്നോട് പറഞ്ഞത്. ജോലി വിട്ടിട്ട് നീ എന്താണ് ചാനൽ ചെയ്യ്. ഞാൻ ജോലി വിട്ടിരുന്നെങ്കിൽ ഇപ്പം ഞാനുള്ള സിറ്റുവേഷനിൽ ഒന്നും അല്ലാണ്ടായി പോയേനെ. റെസ്പോൺസിബിലിറ്റീസ് നമ്മളുടെ അല്ലാത്ത റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ എടുക്കേണ്ട വരുമ്പോൾ, ചിലർക്ക് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിൽ ഇൻവോൾവ് ആവേണ്ട വരുമ്പോൾ, ഇപ്പം എനിക്ക് ജോലി ഇല്ലായിരുന്നെങ്കിൽ ആര് ചെയ്തിട്ടുണ്ടാകും? അവരാരും വന്ന് എനിക്ക് വേണ്ടി 1 രൂപ തരില്ല, ഞാൻ തന്നെ എനിക്ക് ചെയ്യണം. അല്ല, പേരൻസിനെ നമ്മൾ എത്ര ബുദ്ധിമുട്ടിക്കും? അവരും ഒരു ഈജായി വെറുതെ അവരിനെയും ഇരുന്ന് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ അവരെ പോയി ഏൺ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ജോലി ഒന്നും വലിയതല്ലെങ്കിലും എനിക്കത് ഒരു സപ്പോർട്ടാണ്. അപ്പോൾ എനിക്ക് അതും വിട്ടിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് വിട്ടിട്ട് അത് ചെയ്യാൻ പറ്റില്ല. ഇതെൻ്റെ പാഷനാണ്. എൻ്റെ പാഷന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയല്ല. അതെൻ്റെ പാഷന് വേണ്ടി ചെയ്യണം. പക്ഷേ ഇപ്പം ഞാൻ അത് നിർത്തി. പക്ഷെ അമ്മ അറ്റ്ലീസ്റ്റ് ഷീ സ്റ്റാർട്ടഡ് വെൻ ഐ ടോൾഡ്. അതെന്തോ ഒരു ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കും അത് തുടങ്ങിയത്. സിറ്റുവേഷൻ ഇല്ലെങ്കിൽ തുടങ്ങില്ല, എന്തായാലും എഡിറ്റ് ചെയ്യില്ല, എന്തായാലും വീഡിയോ പറയില്ല, കമ്മിറ്റ്മെന്റ് എടുക്കില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് നടുവിലൊക്കെ എന്ത് വഴക്കായിരുന്നു. ഞങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കാണണം, ഒരു ക്യാമറ വെച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. ബിഗ് ബോസ് പറയുമ്പോൾ ഭയങ്കര അങ്ങനെയല്ല. എനിക്ക് പറയാനും പെട്ടെന്ന് നമുക്ക് പറയാൻ പോകുമ്പോഴേക്കും ടെൻഷനാവും, പിന്നെ ഒന്നും പറയാൻ കിട്ടില്ല. അപ്പം മോളോട് ചോദിക്കും ഇവരൊക്കെ എങ്ങനെയാണ് അറിയാം. അപ്പം ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ഞാനത് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും നോക്കുള്ളൂ. അതെന്താ ആയിക്കോട്ടെ, വീട്ടിൽ ആരാ കഴിച്ചാലും ഞാൻ നോക്കില്ല. നമുക്കത് റെസ്പോൺസിബിലിറ്റി ഇല്ല. അമ്മമാർക്ക് ഫസ്റ്റ് ഫുഡ് ഉണ്ടാക്കണം, രാവിലത്തെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കെല്ലാം ഉണ്ടാക്കിയിട്ട് വേണം പിന്നെ അടുത്തത് ഇത് എടുക്കണമെങ്കിൽ. അപ്പോഴേക്കും പിന്നെ മൈൻഡിനുള്ളിൽ ഫുള്ളായിട്ട് അത് പിന്നെ കുറച്ചെന്തെങ്കിലും കോഴി ഉണ്ടെങ്കിൽ നായ ഉണ്ടെങ്കിൽ അതിന് കൊടുത്തില്ല, അത് കൊടുത്തില്ല. ഭയങ്കര മൈൻഡിൽ എപ്പോഴുമേ വന്നിട്ട് അത് ചെയ്തില്ല എന്നുള്ളൊരു ഫീലാണ് ഉള്ളത്. അതാണ് അതിലെ പോയിന്റ്. റെസ്പോൺസിബിലിറ്റി അവര് എടുക്കണമുണ്ട്. അപ്പൊ അവർക്ക് ഇതിനേക്കാളും പ്രയോറിറ്റീസ്. ഇറ്റ് ഇസ് നോട്ട് റെസ്പോൺസിബിലിറ്റി, ഇറ്റ് ഇസ് പ്രയോറിറ്റി. വീഡിയോനെക്കാളും പ്രയോറിറ്റി ഫാമിലിക്കും ഇവിടെയുള്ള പെറ്റ്സിനും എല്ലാവരും. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എപ്പോഴും ഞാൻ ആ ഉച്ചയ്ക്ക് ശേഷം ഇടുക. ഞാൻ തന്നെ കമന്റ് ചെയ്യാറുണ്ട്. ഏറ്റവും വലിയ ക്രിട്ടിസൈസർ ഞാനാണ് അവിടുത്തെ. ഞാൻ പറയും, അമ്മ എന്നാ ഒരു കാര്യം ചെയ്യും, മിണ്ടാണ്ട് രാത്രിയുടെ പിന്നെ അടുത്ത എപ്പിസോഡ് ടെലികാസ്റ്റ് ആവല്ലോ എന്നൊക്കെ പറയും. അതെ, ഭയങ്കര കളിയാക്കും മോള്. പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ ഇന്ന് വിചാരിക്കും രാവിലെ എണീച്ച് ഞാൻ ഇടണം വിചാരിക്കും. രാവിലെ എണീക്കുമ്പോഴേക്കായിരിക്കും ഓരോരോ തിരക്കപ്പം അന്ന് നോക്കി വരുകയും ചെയ്യും. എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് പോകേണ്ടി വരും. എത്ര ദിവസം ഞാൻ വിചാരിക്കും രാവിലെ നേരത്തെ ചെയ്യണമെന്ന്. എനിക്ക് സാധിച്ചിട്ടേ ഇല്ല. പക്ഷേ എങ്ങനെയൊക്കെയോ 100 days കംപ്ലീറ്റ്. അതെ, നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തതിൽ ഞാൻ വലിയ നന്ദി പറയുന്നുണ്ട്.
100-എങ്കിൽ 100, 200-എങ്കിൽ 200 എന്ന് പറയുന്ന ഒരു ലെവലായി. ഒന്ന് എന്ന് പറയുന്ന ഒരു ലെവലിൽ ഇപ്പം എനിക്ക് ഇത്രയും ഞാൻ കൂടുന്നു ഞാൻ വിചാരിച്ചില്ല. 200 വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ലൈഫിൽ ആ ഒരു 200, 250 എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻസ് ആണ്. യൂട്യൂബ് ചാനലിൽ നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഒന്നിലും ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല. ഒരു വ്യൂ ആണെങ്കിൽ അത് ഹോണസ്റ്റ് വ്യൂ ആണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്ക് ഇപ്പൊ റീച്ച് ഉള്ളൂ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ചെയ്യുന്നവരാരും തെറ്റെന്നല്ല. നമ്മളത് പേയ്മെന്റ് കൊടുത്ത് ചെയ്യാൻ നമുക്ക് താല്പര്യവും ഇല്ല, അതിനുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല. അതാണ് അതിലെ കാര്യം. അപ്പോൾ നമ്മൾ ഹോണസ്റ്റായിട്ട് വരുന്ന വ്യൂ, ഹോണസ്റ്റായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ്, ഹോണസ്റ്റായിട്ട് വരുന്ന ഒരു കമന്റ് ആണെങ്കിൽ ഒരു കമന്റ്, അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യുക. ആരെയും ഫോഴ്സ് ചെയ്തിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പൊ റിയലൈസ് ചെയ്തു വെറും മണ്ടത്തരോട് നമ്മൾ അമ്മ അമ്മന്റെ ചാനലിലേക്കൊന്നും ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. എന്റെ ചാനലിലേക്ക് 4 വർഷം വിജാശക്തി ചാനൽ ഇറക്കുക, പൊണ്ണു ചാനലിങ്ങ പണ്ണുങ്ങ അവരുടെ എല്ലാവരുടെ അടുത്തും പറയും. കാണുന്നവരത്തൊക്കെ ഞാൻ പറയായിരുന്നു ഒരു യൂസും ഇല്ല. അത് കാണുന്നവരെ കാണുള്ളൂ. നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അയ്യോ ഓക്കെ അവരിത്രയും ചെയ്യുന്നുണ്ട്, നമ്മളെ പേഴ്സണലായിട്ട് കുറച്ച് പേഴ്സണലായിട്ട് അല്ലെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞ് ചെയ്യാൻ താല്പര്യമുള്ളവര് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവർ ചെയ്യണം. അതുകൊണ്ട് അമ്മന്റെ ചാനൽ ഞങ്ങൾ ആരടുത്തും അങ്ങനെ പോയി അറിയാത്തവർക്ക് നമ്മൾ ഒരു തവണ പറയണം. നമ്മളൊന്നും വലിയ സെലിബ്രിറ്റി ഒന്നും അല്ല. നമ്മൾ പറയും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും എന്ന് നമ്മൾ പറയില്ല. ഉണ്ട് ഞങ്ങളുടെ താല്പര്യം. നമ്മളാണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റസ് ഇടണമെങ്കിൽ ഉണ്ട്, താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നുവെച്ചാൽ ആരും നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ആരും നമ്മളെ വന്ന് ഫോഴ്സ് ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അതേ തന്നെ അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ എന്താ പറയുക, മെയിനായിട്ട് ഇതിലൊരു കാര്യം പറയാൻ വരുന്നത്, ഇപ്പം ഈ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു ബിസിയായിട്ട് നമ്മളില്ല വെച്ചാൽ നമ്മൾ ചിലപ്പോൾ തളർന്നേ പോകും പെട്ടെന്ന്. അത് എൻ്റെ ഒരു ഏജുള്ള ആൾക്കാരോട് ഞാൻ പറയുന്ന ഒരു വാക്കാണ്. അല്ല ഞാൻ അമ്മ മോളാണ് അവർക്ക് ജോബ് ഒരു ജോലി ഉള്ളത് കൊണ്ടൊക്കെ എന്നെ തളർത്തി. എനിക്ക് ജോബിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണ്ട. എന്താ പറയുക, പേഴ്സണലി വരുമ്പോ അതെ പ്രൊഫഷണലി വേറെയാണ്. പുറത്തുനിന്ന് എന്ത് വന്നാലും നമ്മള് സൂപ്പറാണ്, നമുക്ക് നിൽക്കാൻ പറ്റും. കരയില്ല ഞാൻ അത്ര പെട്ടെന്ന്. പക്ഷെ പേഴ്സണലി വരുമ്പോ നമുക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് എന്ത് വരുമ്പോഴും നമ്മളെങ്ങനെയും താങ്ങാൻ പറ്റും എന്നുള്ളൊരു ഫീലായിരുന്നു. ഇതുവരെ നമ്മൾ ജീവിച്ചു, എന്ത് വിഷമം വന്നാലും നമുക്ക് താങ്ങാൻ പറ്റും, നമ്മൾ എങ്ങനെ ജീവിച്ചു പോകുന്നുള്ളൊരു ഫീലാണ്. നമ്മുടെ മക്കൾക്കെന്ന് വരില്ലേ, നമ്മളുണ്ടല്ലോ നമ്മളേ അല്ല. ഈ ഭൂലോകത്ത് ഏറ്റവും കൂടുതൽ അമ്മ എന്നുള്ളൊരു സ്ഥാനം വരുമ്പോൾ അവരേറ്റവും തളർന്നു പോണത് ആ മക്കൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അതെല്ലാ അമ്മമാർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പറയാൻ എല്ലാ അമ്മമാരും അങ്ങനെയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്തിരിക്കില്ല. എല്ലാവരും അങ്ങനെയല്ല. നിറയെ നമ്മളിപ്പോൾ ഈ നമ്മളാണ് മറ്റുള്ളവരെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. നമ്മൾ വിചാരിക്കണ പോലെ ഇപ്പൊ നമ്മൾ ഒരാളെ സ്നേഹിക്കണമെന്ന് അവര് നമ്മളെ തിരിച്ച് സ്നേഹിക്കണമെന്നില്ല. അതെ, നമ്മൾക്ക് ഒരാളിനെ ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അവരിന് ഇഷ്ടമല്ലാണ്ടാവണമെന്നില്ല. അത് നമ്മുടെ മാത്രം തോട്ട്സ് ആണ്. നമ്മൾ സത്യസന്ധോടെ നിൽക്കണോ. നമ്മളിപ്പോ ഒരു പ്രോമിസിന് നമുക്ക് വിലയുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പൊ പ്രോമിസ് ചെയ്താൽ ഓയ്യോ ജീവൻ പോയാൽ പ്രോമിസ് മാറ്റാൻ ഇപ്പോഴും അതേ മൈൻഡ് സെറ്റ് ആണ്. നമ്മളുടെ അടുത്ത് വരുന്ന പ്രോമിസസ് ഒന്നും അതായിരുന്നില്ല. എല്ലാം ഫേക്ക്, എല്ലാം കള്ളത്തരമായിരുന്നു. അപ്പോ അത് അങ്ങനെ സത്യമാണെന്ന് വിചാരിച്ചത് നമ്മുടെ മണ്ടത്തരം. അവരിനെ കുറ്റം പറയണ്ട, അവര് കറക്റ്റ് ആയിരുന്നു. എന്താ വെച്ചാൽ അവരങ്ങനെ ഫേക്ക് ആൾക്കാരാണ്. അപ്പൊ നമ്മളങ്ങനെ അവർക്ക് സത്യത്തിലും ഈ പറയുന്ന വാക്കിലൊന്നും അവർക്ക് വിലയില്ല. നമ്മളങ്ങനെയല്ലോ അയ്യോ അതൊരു വിലയുണ്ട് അപ്പൊ നിങ്ങളും വില വെക്കണമെന്ന് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത് നമ്മുടെ മാത്രം തെറ്റാണ്. നമ്മൾ ഫോഴ്സ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല. എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ് എക്സ്പെക്ടേഷൻ. അതെ, ഫോഴ്സ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അവര് അങ്ങനത്തെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആരോട് ഒന്ന് ചെയ്യാൻ പറയണത്. എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ തെറ്റാണ്. ഞാൻ സ്നേഹിച്ചു, അമ്മ എന്നെ തിരിച്ച് സ്നേഹിക്കണം എന്നുള്ളത്. ഇപ്പൊ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ തിരിച്ച് സ്നേഹിക്കണം എന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലം അതാണ്. അത് എന്റെ ചോയ്സ് ആണല്ലോ. അത് കുറെ പേര് അങ്ങനെ ഉണ്ട്. അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ ഈ ഒരു വയസ്സാവേണ്ട വന്നു അല്ലേ. നമുക്ക് ഇത് ഒരു സിറ്റുവേഷൻ ഗോ ത്രൂ ചെയ്യേണ്ട വന്നു. പെയിൻ ഇസ് പെയിൻ, അത് മാറ്റാനൊന്നും പറ്റില്ല. അത് എപ്പോഴും ലൈഫ് ലോങ് നമ്മളിപ്പോൾ ടിൽ ഡെത്ത് എന്ന് പറയുന്ന പോലെ അത് പെയിൻ തന്നെയാണ്. പക്ഷെ പോയി ചാവാനൊന്നും പറ്റില്ലല്ലോ, ചാവാൻ പറ്റില്ല. പിന്നെ നമ്മള് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എന്നും ഉള്ളിലൊരു നീർച്ചയാണ് കേട്ടത്. ആ നീർച്ച എന്ന് പറയുന്നത് ഈ വെളിയിൽ കാണുന്നവർക്കൊന്നും അറിയില്ല. നമ്മൾ ഈ അപ്പിയറൻസ്, നമ്മൾ ഈ സംസാരം കണ്ടിട്ടൊന്നും അവർക്ക് എന്താണെന്നേ തോന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഉള്ളിൽ കിടന്നിട്ടുള്ളൊരു വേദന ഉണ്ടല്ലോ,
അതാർക്കും പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അത് അവരവർ അനുഭവിക്കുമ്പോൾ അതിന്റെ വേദന പിന്നെ എന്താണെന്ന് പുറത്തൊക്കെ എന്റെയൊക്കെ സോഷ്യൽ മീഡിയ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞത് എനിക്ക് എന്താണ് അടിച്ചുപൊളി ജീവിതമല്ലേ, ജാളിയായിട്ടിരിക്കണം, ജാളിയായിട്ട് ട്രിപ്പ് പോകണോ, ജാലിയായിട്ടിരിക്കണം. ഈ ഒരു ട്രിപ്പ് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ അതെ ലൈക്ക് ഓരോന്നും പെയിനാണ്. പക്ഷെ യു ഡിഡ് ഇറ്റ്. ആരും വരില്ല നമ്മളെ തട്ടിത്തരാൻ, നമ്മൾ തന്നെ നമ്മളെ തട്ടണം. അത് നമ്മൾ എപ്പോഴും പറയണ പോലെ നമ്മൾ തന്നെ നമ്മളെ തട്ടണം. നമ്മളെ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മള് വീണ് കിടന്ന നമുക്കും നമ്മളുടെ കൂടെയുള്ള ഇപ്പം അമ്മ വീണ് കിടന്ന ബുദ്ധിമുട്ട് എനിക്കും അച്ഛനും, ഞാൻ വീണ് കിടന്ന ആകെ ബുദ്ധിമുട്ട് ഇവർ രണ്ടുപേർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ എന്ത് വരും, അയ്യോ അങ്ങനെയാണോ, 2 ദിവസം വിളിക്കോ 4 ദിവസം വിളിക്കോ. എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാന്ന് പറയുന്നില്ല, പക്ഷെ ഡൗൺ ആകുമ്പോൾ നിങ്ങൾ ആരും തളരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു അവരവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ, അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ചെയ്യാറൊക്കെ നല്ല ആർട്ട് വർക്ക് ഒക്കെ ചെയ്യും, ചിലർ പാട്ട് പാടും. അതെ, നമ്മുടെ മൈൻഡിൽ എങ്ങനെയെങ്കിലും ഒരു കോൺസെൻട്രേഷൻ മാറ്റിയിട്ട് ഏതിലും ഒരു താല്പര്യം പറഞ്ഞ് അതിൽ കൊണ്ടുപോകാം. ലൈവ് എക്സാമ്പിൾ അമ്മയാണ്, അതുകൊണ്ട് ഈ വീഡിയോ ഉണ്ട്. ബിക്കോസ് സൺഡേ വരെ എൻഗേജ്ഡ് ആയ ആളാണ്. ഇപ്പൊ 2 ദിവസം എല്ലാത്തിനും വയ്യ, എല്ലാത്തിനും തളർച്ച, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, വീണ്ടും പഴയ ലെവലിലേക്ക് വരുന്നു. 2 ദിവസം കൊണ്ട് ഇത്ര പെട്ടെന്ന് മാറണമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ആലോചിക്കണു ഇനിയിപ്പോ എന്ത് ചെയ്യും, ബിക്കോസ് എൻഗേജ് ആയിരിക്കാൻ എന്ത് ചെയ്യും, കുക്കിംഗ് ഇതൊന്നും നമുക്ക് പറ്റുന്നില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് നമ്മളിപ്പോ ആലോചിക്കാൻ തുടങ്ങി. ഞങ്ങൾ 3-4 വർഷം മുമ്പേ കുറേ കുക്കിംഗ് ഒക്കെ ചെയ്തതായിരുന്നു വേറൊരു ചാനലിലേക്ക്. ഇപ്പോൾ ഈ കുക്കിംഗ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ വലിയ താല്പര്യം തോന്നുന്നില്ല. ഇപ്പം ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ശരീരാരോഗ്യം നമ്മുടെ കിട്ടണില്ല. ഇപ്പൊ എല്ലാവർക്കും കുക്കിംഗ് അറിയാം, പിന്നെ അതൊന്നും വലുതായിട്ട് നമ്മളിപ്പോ ചെയ്യാനായിട്ട് സ്പെഷ്യൽ ഒന്നും ഇല്ലല്ലോ. അതെ. അപ്പൊ ആകെ ഇപ്പൊ ഈ ബിഗ് ബോസ് കഴിഞ്ഞു. അപ്പൊ ഞാൻ തമിഴ് ചെയ്യാൻ പറയണം, അമ്മയ്ക്ക് തമിഴ് ഇത് മനസ്സിലാവണില്ല. അതെ, തമിഴ് നമുക്ക് പ്രൊനൗൺസിയേഷൻ വരില്ല. പിന്നെ ഈ വരാത്തതൊക്കെ നമ്മൾ ഈ പകുതി വെച്ച് കണ്ടിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതുവരെ കൊണ്ട് ഞാൻ അതിന് എനിക്ക് വയ്യ. ഒരു കമ്മിറ്റ്മെന്റ് എടുത്താ അതിൽ നമ്മളിപ്പോ 100 ദിവസം ചെയ്തല്ലോ, ഫിനിഷ് ചെയ്തല്ലോ. അതെ 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 വ്യൂ ബോയിലിംഗ് അതെ, ഇതൊക്കെയാണ് കേട്ടോളൂ എനിക്ക് പറയാൻ. ഏറ്റവും കൂടുതൽ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവരും അവരവരുടെ ലൈഫിൽ പല വിധത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും അത് ഗോത്രൂ ചെയ്ത് വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് സപ്പോർട്ട് ചെയ്തില്ല, വിജാശതി ചാനലിനെ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്തില്ല. എന്നെ നിർത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന് ചെയ്യരുത്, പ്ലീസ് സപ്പോർട്ട് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് എങ്ങനെ താല്പര്യം വെച്ച് അതുപോലെ ചെയ്യാം, അത്രയല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. സപ്പോർട്ട് ചെയ്ത് എനിക്കൊക്കെ ഹാപ്പി തന്നെ. ഫോളോ ഒക്കെ കിട്ടുമ്പോൾ നല്ല സന്തോഷമൊക്കെ തന്നെ ഉണ്ട്. കുറച്ച് മനുഷ്യന്മാരിലെ സെൽഫിഷൊക്കെ ആവുമല്ലോ അല്ലേ. അത് സമയം കിട്ടുമ്പോഴൊക്കെ എപ്പോഴെങ്കിലൊക്കെ നോക്കുക, അമ്മമാരൊക്കെ ചെയ്യാന്. അപ്പൊ അവരവരുടെ ഒരു ടൈമിന് ഈ ഒരു ഏജിൽ അവരത് ചെയ്യാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചല്ലോ. പറ്റിയാൽ ഒന്ന് കൺസിഡർ ചെയ്യുക. ആർക്കെങ്കിലൊക്കെ കൊളാബ് ചെയ്യണമെങ്കിൽ എനി ടൈം കോൺടാക്ട് അസ്. 2 കൊളാബറേഷൻ കിട്ടും. ഈ കൊളാബറേഷൻ ആണെങ്കിൽ ഞങ്ങൾ ചെയ്തുതരും. സോ എനി ടൈം കോൺടാക്ട് അസ്. അപ്പോൾ അടുത്ത എന്ത് കണ്ടന്റ് ഇടണം എന്ന് അറിയാണ്ടിരിക്കുകയാണ്. കണ്ടന്റ് ആലോചിച്ചിട്ട് ഇനി വരാം. സോ മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.